നമസ്കാരം, അഭിലാഷോട്ടയാണ്. അപ്പോൾ ഹാപ്പി ആയോ? അപ്പോൾ നല്ല റീല് ചെയ്തു, പാട്ട് പാടി അല്ലേ? എന്തായാലും കൊച്ചി നഗരത്ത് എത്തി അല്ലേ? അപ്പോൾ ഗംഭീര പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം ഞാൻ സുജാത ചേച്ചീനെ വർഷങ്ങളായിട്ട് അറിയുന്ന, ഞങ്ങൾ സൗഹൃദം തുടങ്ങി ഇന്നും തന്നെയല്ല അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയൊരു സൗഹൃദമാണ്. അപ്പോൾ ഇവിടെ വരെ എത്തിയിരിക്കുകയാണ്. കാരണം പലരും പറഞ്ഞു റീൽസിനൊക്കെ കുറ്റം പറഞ്ഞെങ്കിലും അല്ലേ? പക്ഷെ നമ്മളത് എന്താ പറയുക, ഒരു ജെന്യുവിനായിട്ടുള്ളൊരു കാര്യമാണ് ചേച്ചി ചെയ്തിരിക്കുന്നത്. ഷീലാമ്മ ജയപാൽ ചേച്ചിയിലൊക്കെ റീല് അതായത് അതേ രീതിയിൽ അവതരിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഒരുപാട് ഇത് കിട്ടിയില്ല എന്ന് വെച്ചാൽ അത് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ഷീലാമയ്ക്ക് അതുപോലെ സീമച്ചിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെ ഒരു വേദിയിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ടോ? അഭിനയത്തിൽ നമ്മൾ പലതും ചെയ്യും അല്ലേ? അതിലൊരു നല്ലൊരു കലാകാരിയാണ്. സന്തോഷം പറയാനുള്ളത് ഷീലാമയാണെന്നാണ് കൂടുതൽ കമന്റുകൾ. സന്തോഷം, അതെ ആവട്ടെ. കാരണം ഞാൻ റീൽസ് എല്ലാം കണ്ടു. റീൽസ് കണ്ടുപോകാനല്ല കേട്ടോ, അതിന് മുമ്പേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, പരിചയമായിരുന്നു. പക്ഷെ എന്തായാലും വീണ്ടും ഞങ്ങൾ ഒന്നിച്ചിരിക്കുകയാണ്. ഒരു ഷോർട്ട് ഫിലിം ചെയ്തു അല്ലേ? തെണ്ടിത്തരം എന്നൊരു ഷോർട്ട് ഫിലിം, ഗുഡ് ലക്ക് വിഷന്റെ തെണ്ടിത്തരം എന്നൊരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തു. അപ്പോൾ അത് ഇന്ന് വൈകിട്ട് റിലീസാണ്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. ചെറിയൊരു കണ്ടന്റ് അല്ലേ? ഗുഡ് ലക്ക് വിഷന് വേണ്ടി അഭിലാഷ് ഷോട്ടയും അണിയിച്ചിരിക്കുന്ന തെണ്ടിത്തരം ഒരു ഷോർട്ട് ഫിലിമാണ്. കുഞ്ഞു പേർക്കുണ്ട്, ഒരു കോമഡിയാണ് കേട്ടോ. അത് ചെയ്യാൻ പറ്റി. പിന്നെ ഇപ്പോൾ ഒരു ആൽബം ഉണ്ട്. അപ്പോൾ അങ്ങനെ 2 വർക്ക് ഇന്ന് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ 2 സ്റ്റാർ ചേച്ചിയുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതാണ് കൈയടിക്കണേ, അല്ലെങ്കിൽ കൂവണം കേട്ടോ. നമ്മുടെ മാമുക്കോയ്ക്കയുടെ ഗഫൂർക്ക ദോസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഈ റാഞ്ചിറ സ്പീക്കിങ്ങിൽ പുള്ളിയുടെ ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ഓഫീസിലേക്ക് കയറി ചെന്നിട്ട് വാലിസ്നാ അല്ല നായിഞ്ചോനെ നീ അവിടെ എന്തെടുക്കുക, കുറച്ചെടുത്ത് നമുക്ക് പൈസ തന്നില്ലെങ്കിൽ ഓള് കെട്ടി തൂങ്ങിച്ചാണെന്ന് പറഞ്ഞാൽ ആ അവളാ ഒരു കുറച്ച് തൊട്ട് നമുക്ക് പൈസ അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ കുറച്ച് ആൾ കൂട്ടി വരും. എന്തിനാണെന്ന് വാലിസ പിന്നെ തല്ലാനോ കൊല്ലാനല്ല, വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മയ്യത്തായി കഴിഞ്ഞാൽ നമ്മുടെ ഓടി നാട്ടിലേക്ക് കൊണ്ടുവരാ വാലിസ അല്ല നായിഞ്ചോനെ. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടൻ്റെ ഒരു കാസറ്റിൽ പുള്ളി പാടിയൊരു പാട്ടുണ്ട്. 16 വയസ്സാണ് എന്നാൽ ചിന്തയിലാണ്ടൊരു നടപ്പാണ്, വീട്ടിൽ കാസറ്റ് കാണൽ സ്ഥിരമാണ്, നാടി ഉണ്ണിമേരിയ ഇഷ്ടമാണ്, തിരക്കുള്ള ബസ്സിൽ കയറി പെണ്ണിലാണ് നിൽക്കാറുള്ളൂ, പിള്ളേരത്തോണ്ടല്ലോ ഒരു പതിവാണ്. മാമുക്കോയ്ക്കാനാണ് ഒരുപാട് മണിച്ചേട്ടൻ അവതരിപ്പിച്ചത്. അത് കണ്ടിട്ടാണ് ഞാനും പഠിച്ചത്. അപ്പോൾ ചേച്ചിയുടെ പാട്ട് പ്രഷർക്ക് വേണ്ടി നമുക്ക് കേൾക്കാം. ഒരു പാട്ട് പാട് ഇന്ത്യയില് പഠിക്കും. അടിപൊളി. അപ്പം എൻ്റെ ജനാർദ്ദനേട്ടൻ കൂടി ഒന്ന് കേൾക്കാം. നമസ്കാരം കേട്ടോ. ഒറ്റപ്പനല്ല തങ്കപ്പൻ, അടിച്ചൊളിക്കറ അവരുടെ കയ്യക്കാൻ. ഓ ദേ ഇതാരാണെന്ന് അറിയൂ? ഒറ്റപ്പൻ അല്ല തങ്കപ്പൻ. എടാ എന്തല്ലടാ അവരെ നീ സിനിമാ താരമാടാ. അപ്പോൾ അനിയമ്പാവ ചേട്ടമ്മാവുന്ന സിനിമയിലുണ്ട് ലാസ്റ്റ് ഒരു ഇങ്ങനെ ഇളക്കുന്ന സീനുണ്ടല്ലോ, പായസം കളക്കുമ്പോൾ ഒരു അടി കിടക്കുമല്ലോ, അന്നൊരു സീനുണ്ട്. എടാ അനിയമ്പാവയെ ചേട്ടന്മാവ് വന്നാ ഒരു പിസലടി തുടങ്ങിയാൽ പിന്നെ അടിയോട് അടി അടിക്കണം കേട്ടോടാ കൊടക്കമ്പി. അത് കേട്ടോ? അതായത് അത് ജനാർദ്ദനേട്ടൻ പറയേ, എടാ അനിയമ്പാവയെ ചേട്ടന്മാവ് വന്നാ ഒരു പിസലടി തുടങ്ങിയാൽ പിന്നെ അടിയോട് അടിയായിരിക്കണം കേട്ടോടാ കൊടക്കമ്പി. മണിച്ചേട്ടൻ ഇഷ്ടമാണോ? മണിച്ചേട്ടനെ കൂടി ഞാൻ അവതരിപ്പിച്ചതാണ്. അതിൽ ചോട്ടാ മുമ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു സംഭവം ഉണ്ടല്ലോ. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ അത്രമുള്ള നിൽക്കുന്നത് ഞാനാ, പേര് നടേശൻ. എൻ്റെ മരണം കൊണ്ട് മനസ്സിന് പിടഞ്ഞ് നിൽക്കുമ്പോൾ
എൻ്റെ മകനും ഞാൻ കൊല്ലും. 2 കുപ്പി കള്ളിൻ്റെ ഭർത്തി കൊച്ചിൻ്റെ ലോക്കൽ കുട്ടികൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്ന് പറഞ്ഞാൽ നടശ കൊന്നില്ല. അതുപോലെ ചേച്ചി ഞാൻ വാസനലക്ഷ്മി ആകുമ്പോൾ ചേച്ചി ഇങ്ങനെ നിന്നോണേ. ഇല്ല ആളെ വാസന്തി എന്ത് കിടപ്പാടി കിടക്കണേ, കിടപ്പാട് എനിക്ക് കണ്ടില്ലേ, എല്ലാം മെയിൻ കൊത്തിരുന്നത് തോന്നല്ലോ. ചേട്ടാ കാര്യം ഭംഗിയായിട്ട് നോക്കണേ. തോമസാറ് വന്നോ? തോമസാറ് വന്നോ? തോമസാറ് പാവാ. ഇല്ല വാസന്തിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്കുക. തോമസാറ് പാവാ. എൻ്റെ വാസിനെ കൊന്നിട്ട് ഒന്നും അറിയാത്തവനെ പോലെ വന്നേക്കുക. വീട്ടില്ല, ഞാൻ കേട്ടില്ല, വീട്ടില്ല. ചക്കോ എനിക്ക് ചച്ചിച്ച ലോകം കാണാൻ കണ്ടുവേണ്ട. എന്താണെന്നറിയോ, ഇതിന് പെർഫോമൻസ് ചേച്ചി ഇരുമ്പോഴാണ് അടിപൊളി, അറിയില്ല. അപ്പോൾ ചേച്ചിയുടെ പാട്ട് കൂടി പാടി നിർത്താം. അതിന് മുമ്പ് ചേച്ചിയെ കുറിച്ചൊരു പാട്ട് പഠിച്ചത്. ഓടേണ്ട ഓടേണ്ട ഓമന പൂമുഖം, ഓമന പൂമുഖം ഓടാതെ സൂക്ഷിച്ചാൽ ഓമന ചുണ്ടത്തി. അപ്പൊ അതുപോലെ ചേച്ചിനെ കണ്ട് വേറെ പാട്ടുണ്ടോ. ഓടപ്പഴം പോലൊരു പെണ്ണിനെ വേണ്ടി ഞാൻ കുടപ്പുഴയാകെ അലഞ്ഞോലാണ്ടി. ചേച്ചിയുടെ പാട്ട് പാടി നിർത്താം. ഒരു പാട്ട് കൂടി ചേച്ചി പാടിക്കോ, ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാട്ട്. തകർത്തു. അപ്പോൾ സുജാ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു പാട്ടുകാരിയാണ്. സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ പാട്. പാടി പാടി പാടിക്കാം. मिट जाए हम बोलो सुबह शाम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम, हरे कृष्णा हरे राम. അടിപൊളി. താങ്ക് യു. അപ്പോൾ സുജാ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക.